റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥി സുരക്ഷ ഉറപ്പാക്കാൻ ആരോഗ്യ സർവകലാശാല ക്യാമ്പസുകളിൽ പരിശോധന നടത്തി വിദ്യാർത്ഥികളിൽ നിന്ന് അഭിപ്രായം ശേഖരിക്കും. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ പരാതി സ്വീകരിക്കാൻ സർവകലാശാല തലത്തിൽ ഇടപെടൽ നടത്താനും തീരുമാനമായിരിക്കുന്നു. ഗോപാൽ ശീല സനലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ മരണത്തിന് പിന്നാലെ ഇപ്പോൾ ഏതായാലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചില അവർ അനുഭവിക്കുന്ന വിഷമതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുന്നു ആരോഗ്യ സർവകലാശാല. അതെ വിനിത, തീർച്ചയായിട്ടും അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണം ഒരു പാഠമായി ഉൾക്കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർവകലാശാല എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ, പ്രത്യേകിച്ച് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വലിയ മാനസിക സംഘർഷവും ബുദ്ധിമുട്ടുകളും നേരിടുന്നുവെന്ന പരാതികൾ ഏറെ നാളായി വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ICCകൾ പല ക്യാമ്പസുകളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ സർവകലാശാല ഉള്ളത്. പലയിടത്തും പേരിനു വേണ്ടി മാത്രം, നിയമം പാലിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം ICCകൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അവിടുത്തെ പരാതികൾ നൽകുന്ന വിദ്യാർത്ഥികൾ ആ പരാതികളുടെ പേരിൽ പിന്നീട് പല ദുരനുഭവങ്ങളും നേരിടേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കോളേജുകളിലും കാര്യക്ഷമമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളും പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ICCകൾ പ്രവർത്തിക്കണമെന്നും അതിനോടൊപ്പം തന്നെ സർവകലാശാല തലത്തിലും ക്യാമ്പസ് തലത്തിലും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഒരു കൗൺസിലിംഗ് സംവിധാനം കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആരോഗ്യ സർവകലാശാല. ശരി, ഗോപാൽ ശീല സനൽ വിശദാംശങ്ങൾ നൽകുക.